Good evening. Good evening, all. വെൽക്കം ടു എൻട്രി ആപ്പ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻട്രി KS പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് സ്റ്റെപ്പിംഗ് ഇൻ ടു കറണ്ട് അഫയേഴ്സ് എന്നാണ്. സോ ബേസിക്കലി നമ്മൾ ഇതിനെ അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് എങ്ങനെ KS എക്സാമിന് വേണ്ടി പഠിക്കാം എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മളൊരു കറണ്ട് അഫെയർ ഓറിയന്റേഷൻ പോലുള്ള ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ബേസിക്കലി അബൌട്ട് ഹൗ ടു സ്റ്റെപ്പ് ഇൻ ടു കറണ്ട് അഫയേഴ്സ്. നിങ്ങളുടെ ഈ KS പ്രയാണത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങേണ്ടത്, കറണ്ട് അഫെയർ പോലൊരു സബ്ജക്റ്റ് പഠിച്ച് ഒരു ധാരണയുമില്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു വെബിനാറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് മീ മൈസെൽഫ് മുഹമ്മദ് ഷമിൽ, ഞാൻ എൻട്രി ആപ്പിലെ തന്നെ എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. അതുപോലെ തന്നെ മറ്റു പല പ്ലാറ്റ്ഫോമുകളിലും എക്കണോമിക്സ് ഫാക്കൽറ്റിയാണ്. And I'm also a research scholar in economics. So any doubts or comments that you have at any point of time, you can put it over in the chat box. So let's start. So this image I used for a representative purpose. നിങ്ങൾ മുന്നോട്ടുള്ള ഒരു KS എന്നൊരു ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റെപ്പ് എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് സിംബോളിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾ മുന്നോട്ട് കാണുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ദ ഫൈനൽ ഗോൾ ദാറ്റ് ഈസ് യു യുവർ സെൽഫ് ഇൻ ദ KS സർവീസ്, സം സർവീസ് ഓർ KS ഓർ സം പീപ്പിൾ മേ ബി UPSC ഒബ്ജക്റ്റീവായിട്ട് വെച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. സോ അതിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾ എങ്ങനെ തുടങ്ങണം, ദാറ്റ്സ് വൺ വേ ഓഫ് സിംബോളിസിങ് ദിസ്. അനദർ വേ ഈസ് ലൈക്ക് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് ഈ എക്സാമിന് KS പോലൊരു എക്സാം ആവട്ടെ, അതുപോലെ തന്നെ UPSC സിവിൽ സർവീസ് പോലൊരു എക്സാം ആവട്ടെ, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൊമൈനാണ്. Without having a hold of the current affairs, you will never clear this examination. അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ഹാൻഡ് ഹോൾഡിങ്ങും കാര്യങ്ങളും എൻട്രി കൃത്യമായിട്ട് തരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എങ്ങനെ തുടങ്ങണം എന്നാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ എന്താണ് നമ്മൾ ലാർജ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, വൈ ഈസ് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻറ്റ്? ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് മറ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് വെച്ച് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ദാറ്റ്സ് വൺ തിങ്. നമ്പർ 2 ഈസ് എന്തുകൊണ്ടാണ് ന്യൂസ് പേപ്പർ റീഡിങ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? പല ആളുകളും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഉള്ളൊരു ഷോർട്ട് കട്ടായിട്ട് തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും പത്രങ്ങൾ വായിച്ചിട്ടല്ല. പത്രങ്ങൾ വായിക്കാതെ അതിന് പകരം ഏതെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ട്, ഈവൻ എൻട്രിയുടെ തന്നെ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയലുകൾ വായിച്ചിട്ടോ മക്കപ്പ് ചെയ്തിട്ടോ ഒക്കെ കറണ്ട് അഫെയർ പഠിക്കാനുള്ള എളുപ്പ വഴികൾ കണ്ടെത്താറുണ്ട്. ഇപ്പൊ എൻട്രിയിൽ നമുക്കാണെങ്കിൽ ഞാൻ തന്നെ എല്ലാ ആഴ്ചയിലും കറണ്ട് അഫെയർ വീഡിയോസ് ചെയ്യാറുണ്ട്. അതിന് പുറമെ മറ്റു കറണ്ട് അഫെയർ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും ന്യൂസ് പേപ്പർ റീഡിങ്ങിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളല്ല. ന്യൂസ് പേപ്പർ റീഡിങ്ങിന്റെ കൂടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ ന്യൂസ് പേപ്പർ റീഡിങ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം, വി ട്രൈ ടു മാപ്പ് ദിസ് തിങ് വിത്ത് സിലബസ്. മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ പോർഷനുകൾ, ഇപ്പൊ ഒരു ഹിന്ദു പോലെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കി ഒരു 20 പേജ് 22 പേജ് ഉണ്ടാവും ന്യൂസ് പേപ്പറിൽ. ഈ പേജിൽ വരുന്ന എല്ലാ ന്യൂസുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ഉദാഹരണത്തിന് ആലപ്പുഴയിൽ സദ്യക്കിടയിൽ പപ്പടം കിട്ടാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയതിനെ പറ്റി നമ്മൾ വായിക്കേണ്ടുന്ന കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് സിനിമ ടിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മറ്റൊരാളെ കുത്തിക്കൊന്നത് നമ്മൾ വായിക്കേണ്ടുന്ന കാര്യമുണ്ടോ? ഇങ്ങനെ എല്ലാ ന്യൂസുകളൊന്നും നമ്മൾ വായിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ സിലബസ് നോക്കിയിട്ട് നമുക്ക് അനിവാര്യമായിട്ടുള്ള ന്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ അല്ലാതെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ദിവസം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡിങ്ങിന് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതല്ല നമ്മളുടെ ഒബ്ജക്റ്റീവ്. വി നീഡ് ടു ഒപ്റ്റിമൈസ്. ഇതുപോലുള്ള ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു നീഡ് ടു തിങ്ക് അബൌട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ. ഞാൻ ഇടുന്ന എഫേർട്ടിന് എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഒരു 10 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം 2 മണിക്കൂർ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഹൗ റെലവെന്റ് ഈസ് ദാറ്റ് ഫോർ മൈ എക്സാമിനേഷൻ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ദാറ്റ് ഐ ഗെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എവറിത്തിങ് യു ഹാവ് ടു ഒപ്റ്റിമൈസ്. ന്യൂസ് പേപ്പർ റീഡിംഗ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. So we'll start. Amal Krishna, expected date of examination ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. This is not absolutely sure. Unless PSCയുടെ കാര്യമായതുകൊണ്ട് ഒരു കൃത്യമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നമുക്ക് ഹൈപ്പോത്തസിസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. We'll have to wait for that. Now, why is current affairs important? For anyone, UPSC സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടോ, അതോ എല്ലാവരും KSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ? Anyone preparing for UPSC or any other examination apart from KS?
Similar exams apart from KS? Anyone? You can put just a yes in the chat box. Okay, because that's a no. So I assume that everyone is preparing for KS only. So when we have a look at the question papers, especially the mains question papers, പ്രിലിംസിൽ ഇല്ല എന്നുള്ളതല്ല, മെയിൻസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ 3 പേപ്പറുകളിൽ പേപ്പർ 2 ആൻഡ് പേപ്പർ 3 സബ്സ്റ്റാൻഷ്യലി ഇൻവോൾവ് എ ലാർജ് എമൗണ്ട് ഓഫ് കറന്റ് അഫയേഴ്സ്. യെസ്, ജഹാന ഏത് എക്സാമിനാണ്? UPSC ആണോ നോക്കുന്നത്? അതുപോലെ തന്നെ ഓക്കെ. സോ ബേസിക്കലി പേപ്പർ 2 പോലെ പേപ്പർ 3 പോലുള്ള പേപ്പറുകൾ നമ്മൾ നോക്കുന്ന ദിസ് ഇസ് പ്യൂർലി കറന്റ് അഫയേഴ്സ്. നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ സബ്ജക്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, ഞാൻ പറയുന്നത് സബ്ജക്ട് പഠിക്കാതിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഈവൻ നിങ്ങളുടെ സബ്ജക്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കറന്റ് അഫയറുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ KSന്റെ പേപ്പർ 2ലും പേപ്പർ 3ലും ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് പോർഷൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കറന്റ് അഫയർ കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് അറിയണം. അത് ദാറ്റ്സ് അനദർ സൈഡ് ഓഫ് ദി സ്റ്റോറി. അല്ലാതെ സബ്ജക്ട്, സ്റ്റാറ്റിക് സബ്ജക്ട് നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ പോലും കറന്റ് അഫയറുകളെ നിങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ഐ വിൽ ഷോ യു ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നൗ വാട്ട് ഓൾ ഷുഡ് യു ബി റീഡിങ്? പല ആളുകളും ഞാൻ കണ്ടിട്ട്, ഞാൻ ദിവസം 3 പത്രം വായിക്കാറുണ്ടായിരുന്നു, 4 പത്രം വായിക്കാറുണ്ടായിരുന്നു, 7 പത്രം വായിക്കാറുണ്ടെന്ന് പറഞ്ഞൊരു ടോപ്പറുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് പത്രമാണ് വായിക്കാറ്, എങ്ങനെയാണ് വായിക്കാറുള്ളത് എന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും. സോ ദി ബേസിക് ഐഡിയ ഈസ് യു റീഡ് വൺ ന്യൂസ് പേപ്പർ, ഒറ്റ ന്യൂസ് പേപ്പർ. So basically you should have one base newspaper, the Hindu or the Indian Express. Indian Express in the Delhi edition. Indian Express എന്ന് പറയുമ്പോൾ you have two things now. One is the Indian Express and the one is the new Indian Express. ഇത് ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആയിട്ട് സൗത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതല്ല നിങ്ങൾ വായിക്കേണ്ടത്, ദ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡൽഹി എഡിഷൻ. ഇതിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് കിട്ടും, ഹാർഡ് കോപ്പി കേരളത്തിൽ അവൈലബിൾ അല്ല. ലാർജ്ലി ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് യു ഫോളോ ദ ഹിന്ദു. കാരണം ഹിന്ദു വായിക്കുന്ന സമയത്ത് ഹിന്ദുവിന്റെ ഒരു കൊച്ചി എഡിഷനോ അല്ലെങ്കിൽ കേരള ബേസ്ഡ് ഏതെങ്കിലും ഒരു എഡിഷൻസ് വായിക്കുന്ന സമയത്ത് അതിന്റെ റീജിയണൽ സെഗ്മെന്റിൽ ഒരുപാട് കേരള ബേസ്ഡ് ന്യൂസുകളും നിങ്ങൾ കവർ ചെയ്തു പോകും. സോ ദ ഹിന്ദു ഷുഡ് ബി യുവർ ബേസ് ന്യൂസ് പേപ്പർ ഐഡിയലി. ഇൻ അഡീഷൻ ടു ദി ഹിന്ദു യു പിക്ക് അപ്പ് വൺ ലോക്കൽ ന്യൂസ് പേപ്പർ. ഏതെങ്കിലും ഒരു മലയാളം ന്യൂസ് പേപ്പർ പിക്ക് ചെയ്യുക. അത് മലയാളം ന്യൂസ് പേപ്പറിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടുന്ന കാര്യമില്ല. യു ജസ്റ്റ് സ്കിം ത്രൂ. ഹിന്ദുവിൽ കവർ ചെയ്യാതെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്കൽ ഹാപ്പനിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടോ? അത് രാഷ്ട്രീയക്കാരുടെ കസർത്തുകളൊന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത്. എന്തെങ്കിലും ലോക്കൽ ഹാപ്പനിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാം. ഓക്കെ, നൗ ഇതോടൊപ്പം തന്നെ ഹിന്ദു നിങ്ങളുടെ ബേസ് പേപ്പർ ആയിട്ട് വെച്ചിട്ട് പിന്നെ നിങ്ങൾ നോക്കേണ്ടത് കറന്റ് അഫെയറിന്റെ വീക്കിലി വീഡിയോസ് ആണ്. എല്ലാ വീക്കിലെയും കറന്റ് അഫെയർ വീഡിയോസ് നമ്മൾ ജനുവരി തൊട്ടുള്ളത് നമ്മുടെ എൻട്രി ആപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോസിൽ നമ്മൾ നോക്കുന്നത് ദ അപ്രോച്ച് ദാറ്റ് ഐ ഫോളോ ഈസ് ഐ ഗോ ആൻഡ് റെഫർ ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ഫിനാൻഷ്യൽ ടൈംസ്, ഡൗൺ ടു എർത്ത്. ഒരു 5-6 ന്യൂസ് പേപ്പറുകളെയും മാഗസിനുകളെയും അല്ലെങ്കിൽ വീക്കിലികളെയും നോക്കിയിട്ടാണ് നമ്മൾ ഈ കറന്റ് അഫെയറിന്റെ വീക്കിലി വീഡിയോസ് ചെയ്യാറുള്ളത്. ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ പത്രം വായിക്കരുത് എന്നുള്ളതല്ല. ഇപ്പൊ ഞാനായാലും അതുപോലെ തന്നെ ഐ തിങ്ക് അനസൂയ മാം ഈസ് ഓൾസോ ഡൂയിങ് കറന്റ് അഫെയർ ഡിസ്കഷൻസ് വീക്ക്ലി. ഇപ്പൊ ഞങ്ങളുടെ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ തോട്ട് പ്രോസസ്, വാട്ട് വി ബിലീവ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എക്സാമിനേഷൻ. Our thought process may not be always exactly in line with the thought process of the PSC or the examiner. So you need to have a thought process of yourself. So that's one reason you need to go apart from this current affair weekly videos to read the newspapers. അതിന്റെ അർത്ഥം the videos are bad എന്നുള്ളതോ അല്ലെങ്കിൽ videos are not good enough എന്നുള്ളതോ അല്ല. Nothing can replace the newspaper എന്നുള്ളത് കൊണ്ടാണ്. Then apart from reading the Hindu, apart from having a discussion, watching these videos, you pick up one current affair material. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു കറന്റ് അഫെയർ മെറ്റീരിയലുകൾ എടുത്തിട്ട് അതൊന്ന് റിവൈസ് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള ഒരു എക്സാമിന് ഇപ്പൊ KS പോലൊരു എക്സാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർ ഈവൻ UPSC സിവിൽ സർവീസ് പോലൊരു എക്സാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഒരുപാട് ഭാരിച്ച കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ പഠിക്കുന്നത് റോക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷനെ പറ്റിയോ ന്യൂക്ലിയർ ഫ്യൂഷനെ പറ്റിയോ ഒന്നും അല്ല നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഗവർണറുടെ ഇലക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് CM എലക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മേഘങ്ങൾ രൂപീകരിക്കുന്നത്. ഇതുപോലെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ
നമ്മൾ പഠിക്കുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഈ എക്സാമുകൾ പ്രോബ്ലമാറ്റിക് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഷിയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സിലബസ്. സിലബസിന്റെ ഒരു സൈഡിൽ നിന്ന് വായിച്ച് തുടങ്ങി മറ്റൊരു എൻഡിൽ എത്തുമ്പോഴേക്കും ആദ്യം വായിച്ച കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും. That is the same with the static part and also with the dynamic part or the current affairs. So അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആവുന്ന കാര്യം എന്ന് പറയുന്നത് റിവിഷൻസ് ആണ്. ഓക്കെ, so you need to keep on revising. Anything that you read, you should make notes, and or even if you don't make notes, the basic ideas you should be able to revise. എക്സാമിന്റെ 2 ആഴ്ച മുമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് മാത്രമേ നിങ്ങൾ വായിക്കാൻ പാടുള്ളൂ. അല്ലാതെ വലിയ ഭാരിച്ച 1000 പേജും 1400 പേജുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് പരീക്ഷയാവുന്ന സമയത്ത് അയ്യോ എനിക്കിത് റിവൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് മേക്ക് എനി സെൻസ്. നിങ്ങൾ വായിച്ചതും വായിക്കാത്തതും തമ്മിൽ ഐ എം സ്പീക്കിംഗ് അബൌട്ട് ദ എക്സാം പെർസ്പെക്റ്റീവ്. എക്സാം പെർസ്പെക്റ്റീവിൽ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വായന എന്തുകൊണ്ടും നല്ലതാണ്. ബട്ട് വെൻ അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു ക്ലിയർ ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ വി നീഡ് ടു തിങ്ക് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ. സോ ഇത്രയും ഞാൻ വായിച്ചു കഴിഞ്ഞാൽ വിൽ ഐ ബി ഏബിൾ ടു റീകലക്ട്? If I don't make notes, will I be able to recollect? You have to think in these terms എന്നുള്ളതാണ്. അല്ലാതെ if you love reading for the sake of reading, that's fine. You are keeping it as a hobby, that's fine. But if you pick a very fat book, a 1000-page book or a 1500-page book or an 800-page book, you will not be able to revise that. So be very specific when you keep selecting your materials and all. Now, ഇപ്പൊ ഞാൻ പറഞ്ഞു even when entry have videos, current affairs videos, we said you should read newspapers. Why newspapers? One, newspapers are an excellent source of factual knowledge. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെയുള്ള അല്ലെങ്കിൽ വല്ല ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ഒരുപാട് വിദ്യ പഠിച്ചിട്ടൊന്നും ഉണ്ടാവുന്നില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളെയും പറ്റി വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് കാണുന്നുണ്ടാവും. ഈ ആളുകൾ ദിവസം ഒരു 2 ന്യൂസ് പേപ്പറോ 3 ന്യൂസ് പേപ്പറോ കൃത്യമായിട്ട് വായിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് ന്യൂസ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. സോ ന്യൂസ് പേപ്പറുകളിൽ അടങ്ങിയിട്ടുള്ള ദ ഫാക്ച്വൽ നോളജ് ഈസ് ഇമ്മെൻസ്. Be it for the prelims as well as the mains, this knowledge is going to help you so much. പ്രിലിംസിനാണെന്നുണ്ടെങ്കിൽ ഈ ഫാക്ച്വൽ നോളജ് ഇതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടും. മെയിൻസിലോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് എക്സാമ്പിളുകൾ, ഇൻഡിജിനസ് ആയിട്ടുള്ള എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പലപ്പോഴും ന്യൂസ് പേപ്പറുകളിൽ നിന്ന് കിട്ടും. ഇറ്റ് വിൽ ഷോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വിൽ ഷോ ദാറ്റ്. UPSC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ബിക്കംസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു മെറ്റീരിയൽ വായിച്ചിട്ട് എല്ലാവരും എഴുതുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ എക്സാമ്പിൾ എഴുതാൻ പോകുന്നുള്ളൂ. That will not give you an edge. എല്ലാവരും എഴുതുന്ന എക്സാമ്പിളുകൾ എഴുതുക എന്നുള്ളതല്ല ഈ പരീക്ഷകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും എഴുതുന്ന എക്സാമ്പിളുകളാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ മാർക്ക് കിട്ടും. No one will be better off. You need to be better off. How can you be better off? That is, you read newspapers. മറ്റാരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർ മറന്നു പോകുന്ന ന്യൂസ് അല്ലെങ്കിൽ കറന്റ് അഫെയർ മാഗസിനുകളില്ലാത്ത ഫാക്ടുകളും എക്സാമ്പിളുകളും നിങ്ങളുടെ മെയിൻസിന് കൊടുക്കുന്ന സമയത്താണ് നിങ്ങളുടെ ആൻസറുകൾ മികവുറ്റതാവുന്നത്. That is one purpose of reading newspapers, for the factual knowledge. Another purpose of reading the newspaper is for the analysis that it provides. PSCS, KSനെ സംബന്ധിച്ചിടത്തോളം അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് അത്ര ഭീമമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ദർ ടു എൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ഇഷ്യൂ നോക്കുന്ന സമയത്ത് അതിന് പല കാഴ്ചപ്പാടുകളുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് പേപ്പറുകളിൽ ഗണ്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രീ ബീസ്. വെറുതെ കാര്യങ്ങൾ, ഇപ്പോൾ വെറുതെ റേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് രാഷ്ട്രീയ പ്രീണനത്തിന് വേണ്ടിയിട്ട് പല സാധനങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈസ് ഇറ്റ് ഗുഡ് ഓർ ഈസ് ഇറ്റ് ബാഡ്? ഈസ് ഗുഡ് എന്ന് പറയുന്ന ഒരു ലൈൻ ഓഫ് തോട്ട് പ്രോസസ് നിങ്ങൾ ന്യൂസ് പേപ്പറുകളിൽ കാണുന്നുണ്ടാവും. ഇറ്റ് ഈസ് ബാഡ് എന്ന് പറയുന്ന ഒരു ലൈൻ ഓഫ് തോട്ട് പ്രോസസ് നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ടാവും. ഈ ഗുഡ് എന്ന് പറയുന്നവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിരിക്കില്ല ബാഡ് എന്ന് പറയുന്നവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 വശങ്ങളും 2 പേരുടെ ഐഡിയോളജികളും നിങ്ങൾക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങളുടെ കാഴ്ചപ്പാട്, എക്സാമിന് അനിവാര്യമായുള്ള കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ഇന്റർവ്യൂ സ്റ്റേജിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് പല ആളുകൾക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, they think only about the prelims കഴിഞ്ഞിട്ട് they think about the mains കഴിഞ്ഞിട്ട് they think about the interview. This is a highly faulty approach. What you should be doing is, if prelims, mains, interview, this is one set. You should think about any topic you study, you should think about the 3 stages. എങ്ങനെയാണ് ഇതിന് പ്രിലിംസിന് ക്വസ്റ്റ്യൻ വരിക,
എങ്ങനെയാണ് ഇതിന് മെയിൻസിന് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയാണ് ഇന്റർവ്യൂവിൽ എന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. ഇന്റർവ്യൂവിൽ കാഴ്ചപ്പാടുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ കാഴ്ചപ്പാടുകളുടെ രൂപീകരണത്തിന് നിങ്ങളെ ഫേസ്ബുക്കോ വാട്സപ്പോ അല്ല ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി ന്യൂസ് പേപ്പേഴ്സ്. ഇപ്പോൾ ഹിന്ദു പോലുള്ള ന്യൂസ് പേപ്പർ, ഈവൻ ദോ ഇറ്റ് ഈസ് എ ന്യൂസ് പേപ്പർ ദാറ്റ് ഹാസ് എ ലെഫ്റ്റിസ്റ്റ് ലീനിങ്, അതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പെർമിറ്റ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇന്ന് ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഫ്രീ ബീസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ എഴുതുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വിമർശിച്ച ഒരാൾ എഴുതും. സോ യു ഗെറ്റ് ദിസ് തോട്ട് പ്രോസസ്. ഈ തോട്ട് പ്രോസസ് എസ്പെഷ്യലി ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ UPSCയുടെ മെയിൻസിനാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ് തോട്ട് പ്രോസസ് യു ആർ നെവർ ഗോയിങ് ടു ക്ലിയർ ദിസ് എക്സാമിനേഷൻ. ആൻഡ് ഓൾസോ ദി ഐഡിയ ഈസ് യു നീഡ് ടു ഹാവ് എൻ ഐഡിയ അബൌട്ട് ഇന്റലിജന്റ് ഗസ് വർക്കിംഗ്. പലപ്പോഴും നിങ്ങൾ പ്രിലിംസിന് ഇരിക്കുന്ന സമയത്ത് ഓപ്ഷനുകളുടെ ഇടയിൽ ഏത് ഓപ്ഷൻ എടുക്കണം എന്നൊരു ധാരണ കുറവുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ the only way to go about this is like you need to have a guesswork. ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, പിന്നെ ഒരു 3 ഉണ്ട്. I need to select one among those. How do you select that? So the basically what you try to do is, ഇത് ചിലപ്പോൾ നിങ്ങളുടെ ന്യൂസ് പേപ്പറുകളിൽ നിന്ന് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒക്കെ ആയിരിക്കും നിങ്ങളെ പലപ്പോഴും ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പലപ്പോഴും ആസ്പിറൻസിന്റെ അടുത്ത് പറയുന്ന കാര്യം, നിങ്ങൾ എല്ലായ്പ്പോഴും വായന മാത്രം വേണമെന്നുള്ളതല്ല. യു സ്പീക്ക് ടു പീപ്പിൾ, യു റീഡ് ഗുഡ് ബുക്സ്, യു വാച്ച് ഗുഡ് മൂവീസ്. ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രിലിംസ് എക്സാം ഹാളിൽ നിങ്ങൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ വായിച്ച പുസ്തകം അല്ലെങ്കിൽ പഠിച്ച മെറ്റീരിയലും ആയിരിക്കില്ല. ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയായിരിക്കാം. സോ ദിസ് തോട്ട് പ്രോസസ്, ഈ തോട്ട് പ്രോസസ്സുകളുടെ ഒരു അബോർഡാണ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഫോർ ദീസ് പേർപ്പസസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു റീഡ് ന്യൂസ് പേപ്പേഴ്സ്. ഇനി ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് വാട്ട് ഷുഡ് യു റീഡ് ഫ്രം ന്യൂസ് പേപ്പേഴ്സ്? ന്യൂസ് പേപ്പേഴ്സിന് മുഴുവൻ വായിക്കുക എന്നുള്ളത് ഒരു പണിയില്ലാത്ത ആൾക്കാർക്ക് പറ്റുമായിരിക്കും. പക്ഷെ യു ആർ പീപ്പിൾ ഹു ഹാവ് എ കൺസ്ട്രെയിൻ ഓഫ് ടൈം. ഒരു ദിവസം ഒരു 10-12 മണിക്കൂറേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഈ 10-12 മണിക്കൂർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല വേറെയും സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് അത്രയും ടൈം ഉണ്ടാവില്ല. സോ യു നീഡ് ടു ഓപ്റ്റിമൈസ്. സോ യു നീഡ് ടു ഐഡന്റിഫൈ വിച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ the best way to go about is 2 things. One is the syllabus. You read through the syllabus, by heart your syllabus. ഉറക്കത്തിൽ പോലും ആര് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഓക്കെ, ഐ ഹാവ് ഗോട്ട് എ ക്വസ്റ്റ്യൻ. നിമ്യ ദി ഐഡിയ ഈസ്, എത്ര മാസം മുമ്പ് വരെയുള്ള പത്രം നോക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നിമ്യ അല്ലെങ്കിൽ ആരും ആവട്ടെ, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആരും ആവട്ടെ, വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ആരും ആവട്ടെ, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാണ് ജനുവരി 2022 മുതലുള്ള പത്രം നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രായോഗികമായിട്ട് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഏകദേശം ഒരു 9-10 മാസത്തോളം 9 മാസത്തിന്റെ ന്യൂസ് പേപ്പറുകൾ ദിവസം വായിച്ച് എടുക്കുക എന്നുള്ളത് അത് വെർത്തല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 2022 തൊട്ടുള്ള കറന്റ് അഫെയർ വീഡിയോസ് എൻട്രിയുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. യു വാച്ച് ദോസ് വീഡിയോസ്. നാളെ തൊട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഇന്ന് തൊട്ടുള്ള ന്യൂസ് പേപ്പറുകൾ നിങ്ങൾ വായിക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ ഓർ ജനുവരിയിൽ വരുമെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. സോ ഇൻ ദാറ്റ് ഡൊമെയിൻ ഇനി അങ്ങോട്ടുള്ള കറന്റ് അഫെയർസ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ കറന്റ് അഫെയർസ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ലാർജ്ലി വി ആർ സ്പീക്കിംഗ് അബൌട്ട് കണ്ടംപററി അഫെയർസ്. ഒരു വർഷത്തിൽ ചോദിച്ച കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ മാത്രമല്ല ഇവർ ചോദിക്കുന്നത്, അതിന്റെ അപ്പുറത്തോട്ടും ചോദിക്കും. ഒരു 2 മുതൽ 3 വർഷം വരെയുള്ള ഹൊറൈസണിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനർത്ഥം നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പോയിട്ട് എല്ലാ പത്രങ്ങളും വായിച്ചെടുക്കാനുള്ള ലിബർട്ടി ഇല്ല. അവിടെയാണ് നമുക്ക് ഈ കറന്റ് അഫെയർ മാഗസിനുകളും അതുപോലെ തന്നെ ഈ കറന്റ് അഫെയർസിന്റെ വീഡിയോസും ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, ഇഫ് യു ഡോണ്ട് ഹാവ് എ ഹാബിറ്റ് ഓഫ് റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്, സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. സോ ഞാൻ പറഞ്ഞു സിലബസ് ഷുഡ് ബി ബൈ ഹാർട്ട് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഇപ്പൊ സിലബസ് നോക്കിയിട്ട് വേണം യു ഷുഡ് ബി ഡിസൈഡിങ് വെദർ ഐ ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദിസ്. ഈ ആർട്ടിക്കിൾ വായിക്കണോ, അല്ലെങ്കിൽ പപ്പടം കിട്ടാത്ത കേസ് വായിക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടി കല്യാണം കഴിച്ചത് വായിക്കണോ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നത് സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കാരണം സിലബസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഐഡിയലി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ മുമ്പിൽ യു ഡു വൺ തിങ് ഈസ്, I'll take the questions towards the last, okay? It affects the flow, okay?
സോ ദ ബേസിക് ഐഡിയ ഇസ് സിലബസ് ഷുഡ് ബി ഐഡിയലി ദർ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ വായിക്കുന്ന ടേബിളിന്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. അതുപോലെ തന്നെ ഹാവ് എ കമ്പൈലേഷൻ ഓഫ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പീരിയഡ്. നോ ഡിബേറ്റ്സ് ഓൺ ദാറ്റ്. ഇപ്പോ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ എക്സാം നടന്നിട്ടുള്ളൂ. അപ്പൊ ആ വർഷത്തെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഹാവ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. Any topic you study, be it current affair or not current affair, you have a doubt on some topic, you go and revisit the previous year question paper and understand whether this is relevant or not. അപ്പൊ സിലബസിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലബസിൽ കൊടുത്തിട്ടുള്ള വേർഡിങ്ങുകൾ ചിലപ്പോൾ വളരെ ബ്രോഡ് ആയിരിക്കും. അതിന് എത്രത്തോളം ഡെപ്ത്, ഉദാഹരണത്തിന് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്ന സമയത്ത്, പ്ലാനിങ് എന്നുള്ള ടോപ്പിക്കിൽ വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൽ എത്രത്തോളം ഡെപ്ത് വേണമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്താണ്. നൗ ഹൗ ടു റീഡ് ദ ഹിന്ദു എന്ന് നമുക്ക് നോക്കാം. ഇതിന് മുമ്പുള്ള ഒരു കറന്റ് അഫെയർ ഓറിയന്റേഷനിലും ഐ ഹാഡ് ഗിവൺ യു റഫ് ഐഡിയ അബൌട്ട് ഹൗ ടു റീഡ് ദ ഹിന്ദു, ബിക്കോസ് ദിസ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് വെൻ യു സ്റ്റാർട്ട് റീഡിങ് യുവർ ന്യൂസ് പേപ്പേഴ്സ്. ആദ്യമായിട്ട് ഹിന്ദുവിലെ പ്രധാനപ്പെട്ട പേജുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, വൺ ഇസ് എ ഫ്രണ്ട് പേജ്. ഫ്രണ്ട് പേജ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഫ്രണ്ട് പേജിൽ ഇപ്പോ വരുന്ന ഫ്രണ്ട് പേജ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിക്കിളുകളും മുക്കും മൂലയെടുത്ത് വായിക്കണം എന്നുള്ളതല്ല, ടൈറ്റിലുകൾ നിങ്ങൾ വായിക്കുക. ചില ആർട്ടിക്കിളുകൾ UPSC അല്ലെങ്കിൽ PSC KS UPSC പോലുള്ള എക്സാമ്പിൾക്ക് റെലവെന്റ് ആയിരിക്കും, ചിലത് റെലവെന്റ് ആവില്ല. റെലവെന്റ് എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്? സിലബസ് നോക്കുക. സിലബസുമായിട്ട് ബന്ധപ്പെടുന്ന ടോപ്പിക്കുകളാണെങ്കിൽ അത് വായിക്കാം. ഇതുകൊണ്ടാണ് ഞാൻ സിലബസ് ബൈ ഹാർട്ട് ആവണം എന്ന് പറയുന്നത്. കാരണം ഓരോ പ്രാവശ്യവും ന്യൂസ് പേപ്പർ എടുത്തിട്ട് ആ സിലബസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരുപാട് സമയം അവിടെ നഷ്ടപ്പെടും. പക്ഷെ ഈ നോക്കുന്നതിന് പകരം സിലബസ് ഇതിന്റെ അകത്തുണ്ട് എന്നുണ്ടെങ്കിൽ ദർസ് എൻ ഓട്ടോമാറ്റിക് ഫ്ലോ, കാര്യങ്ങളുടെ ഒരു വളരെ സ്മൂത്ത് ആയുള്ള ഒരു ഒഴുക്ക് വരും എന്നുള്ളതാണ്. സോ യു ഗ്ലാൻസ് ത്രൂ ദ ഫ്രണ്ട് പേജ്, സിലബസ് റിലവന്റ് ഉള്ള ആർട്ടിക്കിളുകൾ വായിക്കുക. പിന്നെ 2 മുതൽ 5 വരെയുള്ള പേജുകൾക്ക് റീജിയണൽ ന്യൂസ് ആണ് ഉണ്ടാവാറുള്ളത്. അതിൽ കേരളം സ്പെസിഫിക് ആയുള്ള എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ, ഇപ്പോ കഴിഞ്ഞ വർഷത്തെ KS മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ് ലൈഫ് മിഷനെ പറ്റിയിട്ട്. അങ്ങനത്തെ കേരള സ്പെസിഫിക് ആയുള്ള എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കാം. കേരള സ്പെസിഫിക് ആയുള്ള റീബിൽഡ് കേരള പോലെയുള്ള, അല്ലെങ്കിൽ കിഫ്ബി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കിഫ്ബി വളരെ കോൺട്രവേഴ്ഷ്യൽ ആയുള്ള ടോപ്പിക്കാണ്. അപ്പൊ കിഫ്ബിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ മസാല ബോണ്ടുകളെ പറ്റിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേ ഫോക്കസ്ഡ് ഉണ്ട്. പിന്നെ പണ്ടാണെന്നുണ്ടെങ്കിൽ ഹിന്ദുവിൽ ഒരു 6ാമത്തെ പേജിൽ നാഷണൽ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടായിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് ആ പേജ് ഇല്ല. പക്ഷെ ഹിന്ദു എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത്, ഒരു 3 വർഷമൊക്കെ ആയിട്ട് നോക്കുന്ന സമയത്ത് ഹിന്ദു ഇസ് എക്സ്പെരിമെന്റിങ്. ഒരേ ടെംപ്ലേറ്റ് അല്ല ഹിന്ദു എല്ലാ കാലം ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ന്യൂസ് പേപ്പറിന്റെ ഫോർമാറ്റ് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് എന്ന് പറയുന്ന ഒരു നാഷണൽ എന്ന് പറയുന്ന ഒരു പേജ് അടുത്തൊരു ഫോർമാറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ യു ഗോ ഫോർ എഡിറ്റോറിയൽ ആൻഡ് ഓൾസോ ഒപ്പഡ് പേജസ്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. വളരെ ഈ പറയുന്ന വ്യൂ പോയിന്റുകളും അനലിറ്റിക്കൽ സ്കിൽ സെറ്റുകളും ഡെവലപ്പ് ചെയ്യാൻ ഈ എഡിറ്റോറിയൽ അതുപോലെ തന്നെ ഒപ്പഡ് പേജുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഒരു എലക്ഷൻ ഒക്കെ വരികയാണെന്ന്, ഒരു നാഷണൽ എലക്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ഫുള്ള് പൊളിറ്റിക്കൽ ന്യൂസുകളായിരിക്കും ഉണ്ടാവാറുള്ളത്. മായാവതി എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മമതാ ബാനർജി എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ മമതാ ബാനർജിയും ഗവർണറും തമ്മിലുള്ള പ്രശ്നം എന്താണ്, ഇങ്ങനത്തെ വളരെയധികം പൊളിറ്റിക്കൽ ഓവർ ടോണുകളുള്ള ന്യൂസുകൾ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഓവർ ടോണുകൾ വല്ലാണ്ട് കയറി വരുന്ന ആർട്ടിക്കിൾസ് യു ഇഗ്നോർ. അതുപോലെ തന്നെ ഹിന്ദുവിന്റെ ഒപ്പഡ് പേജിൽ എഡിറ്റോറിയൽ കഴിഞ്ഞിട്ട് വരുന്ന പേജിൽ റീഡേഴ്സ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഇടയ്ക്ക് വരാറുണ്ട്. യു ക്യാൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ദാറ്റ്. ഒരിക്കലും നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഹിന്ദുവിന്റെ താഴെ ഡാറ്റ പോയിന്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് വരുന്നുണ്ട്. ഈ ഒപ്പഡ് പേജിന്റെ താഴെ വരുന്ന ഡാറ്റ പോയിന്റ് ഒന്ന് നോക്കുക. ചില ഡാറ്റ പോയിന്റുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ചില ഡാറ്റ പോയിന്റുകളിൽ പറയുന്നത് ഇന്ത്യ എത്ര കളികളിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ സെറീന വില്യംസ് ജയിച്ച ടൂർണമെന്റുകളുടെ കണക്കായിരിക്കും. അതൊന്നും നമുക്ക് അങ്ങനെ എക്സാമുകൾക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇത് സ്ലൈറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നോക്കുന്ന സമയത്ത് എവറിഥിങ് ഈസ് സ്ലൈറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. ഐ സെഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ഒപ്റ്റിമൈസേഷൻ. എന്നാൽ അതേസമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലേഷന്റെ ഡാറ്റയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റിന്റെ ഡാറ്റയെ പറ്റിയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം. അങ്ങനത്തെ ഡാറ്റ സെറ്റുകളാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. സോ ഡാറ്റ പോയിന്റുകൾ ഒന്ന് നോക്കുക, എങ്ങനത്തെ ഡാറ്റ പോയിന്റുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഡാറ്റ പോയിന്റുകളുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നോർമലി അവിടെ ഉണ്ടാവാറുള്ളത്. As future bureaucrats, you should be very good at interpreting graphs.
ഈ എക്സാം ക്ലിയർ ചെയ്യാൻ എന്നുള്ളത് മാത്രമല്ല, എക്സാം ക്ലിയർ ചെയ്ത് സർവീസിൽ കയറി കഴിഞ്ഞാൽ പോലും നിങ്ങൾ ചിലപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക, ഓർ എനി ഡിപ്പാർട്ട്മെന്റ്, ഡാറ്റ ഓർഗനൈസേഷൻ, ഡാറ്റ പ്രസന്റേഷൻ, യു ഷുഡ് ഹാവ് എ വെരി ബേസിക് ഐഡിയ. അതർവൈസ് തിങ്സ് ബിക്കംസ് വെരി വെരി ഡിഫിക്കൽട്ട്. പിന്നെ ഹിന്ദുവിൽ തന്നെ ഈ ഒപ്പേഡ് പേജിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബോട്ടത്തിൽ വരുന്ന ഒരു പോർഷനാണ് ഫ്രം ദി ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ഇന്ന് സെപ്റ്റംബർ 10. അപ്പൊ ഈ ആർക്കൈവ്സിന്റെ ഇന്നത്തെ സെഗ്മെന്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 50 വർഷം പിന്നോട്ട് 1972 സെപ്റ്റംബർ 10 ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും. അതുപോലെ അന്നത്തെ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും. അതുപോലെ തന്നെ 1922 സെപ്റ്റംബർ 10 ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും. 50 വർഷം മുമ്പത്തെ ഇതേ ദിവസത്തെ ഒരു ആർട്ടിക്കിൾ, 100 വർഷം മുമ്പത്തെ ഇതേ ദിവസത്തെ ഒരു ആർട്ടിക്കിൾ. അത് ജസ്റ്റ് ഒന്ന് ടോപ്പിക് എന്താണെന്ന് നോക്കുക. ചിലത് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആയിരിക്കും, ആണ് എന്നുണ്ടെങ്കിൽ മാത്രം വായിക്കുക. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒപ്പേഡ് പേജ് കഴിഞ്ഞാൽ വരുന്ന പേജുകളാണ് ന്യൂസ് എന്ന് പറയുന്ന പേജുകൾ. ഒരു 2 മുതൽ 3 വരെയുള്ള പേജുകൾ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയുള്ള ന്യൂസുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ പേജിലാണ് എന്താണ് ഇമ്പോർട്ടന്റ്, എന്താണ് അൺഇമ്പോർട്ടന്റ് എന്ന് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാവുന്നത്. കാരണം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായുള്ള ന്യൂസുകൾ, പൊളിറ്റിക്കൽ ന്യൂസുകൾ കയറി വരുന്നത് ഇവിടെയാണ്. അതിനെ തഴഞ്ഞിട്ട് നമുക്ക് അനിവാര്യമായിട്ടുള്ള ന്യൂസുകൾ മാത്രം പിക്ക് ചെയ്യുക എന്നുള്ളത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയുള്ള പല ന്യൂസുകൾ ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റി റിലേറ്റഡ് ആയുള്ള പല ന്യൂസുകൾ ഇവിടെ വരാറുണ്ട്. ഈവൻ എക്കണോമി റിലേറ്റഡ് ആയുള്ള പല ന്യൂസുകൾ ഇവിടെ വരാറുണ്ട്. സോ പിക്ക് ഫോർ ദാറ്റ്. പിന്നെ വരുന്നതാണ് വേൾഡ് എന്ന് പറയുന്ന ഒരു പേജ്. വേൾഡ് എന്ന് പറയുന്ന ഒരു പേജ് വായിക്കാൻ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു പേജാണ്. പക്ഷേ വേൾഡ് എക്സാം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം റഷ്യ ഇൻവേഡ്സ് യുക്രൈൻ. റഷ്യ യുക്രൈനെ ഇൻവേഡ് ചെയ്ത് മാസങ്ങളോളം യുദ്ധം നടക്കുക. എല്ലാ ദിവസവും ദർ വിൽ ബി വൺ ആർട്ടിക്കിൾ ഓൺ ദ വാർ. എല്ലാ ദിവസവും നമ്മൾ വാറിനെ പറ്റി വായിക്കേണ്ടെന്ന് ആവശ്യമില്ല ഫോർ ദ പെർസ്പെക്റ്റീവ് ഓഫ് ക്ലിയറിംഗ് ദിസ് എക്സാമിനേഷൻ. നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ട് ഈ വാർ ഉണ്ടായി, എന്താണ് അതിന്റെ ലാർജ് ജിയോ പൊളിറ്റിക്കൽ റീസൺസ്, ഹിസ്റ്റോറിക്കൽ റീസൺസ് എന്താണ്, ജിയോ പൊളിറ്റിക്കൽ റീസൺസ് എന്താണ്, അത് നമ്മൾ അറിയണം. വാറിന്റെ ലാർജർ അവസ്ഥ എന്താ, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലോട്ട് പോകുന്ന സമയത്തും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ അവസ്ഥ എന്താണ്, വ്യത്യസ്ത രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട് എന്താണ്, ഈ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരു വാറ് നടക്കുന്ന സമയത്ത് വാറിന്റെ കണ്ടെക്സ്റ്റ് എന്താണ്, പിന്നെ വാറ് തീർന്നതിന് ശേഷം അതിന്റെ ഒരു അനാലിസിസ് മനസ്സിലാക്കുക, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ പേജിൽ ഈ ദിനം പ്രതി നടക്കുന്ന ന്യൂസുകൾ, ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫ്യൂജി ക്രൈസിസോ മൈഗ്രന്റ് ക്രൈസിസോ ഈ ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോക്കസ് ഓൺ ദിസ്. ഓക്കെ, ഇഗ്നോർ. ലാർജ്ലി വേൾഡ് നമ്മൾ നോക്കുന്ന സമയത്ത് 1 or 2 ആർട്ടിക്കിളുകൾ മാത്രമേ മാക്സിമം അതിൽ നിന്ന് വായിക്കാനുണ്ടാവുള്ളൂ. പിന്നെ ബിസിനസ് എന്ന് പറയുന്ന ഒരു പേജ് വരുന്നുണ്ട്. ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. എക്കണോമി റിലേറ്റഡ് ആയ ന്യൂസുകൾ വരുന്ന പേജാണ്. അവിടെ തിങ്കളാഴ്ച ഈ ബിസിനസ് പേജ് ഇല്ല, അതിന് പകരം മണി വൈസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് കൊടുക്കുന്നത്. അവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള അഡ്വൈസ് ഒക്കെയാണ് കൊടുക്കുന്നത്. അൺലെസ് യു ആർ തിങ്കിങ് അബൌട്ട് ഇൻവെസ്റ്റിംഗ് യു നീഡ് നോട്ട് ബി റീഡിംഗ് ദ മണി വൈസ് സെഗ്മെന്റ്. അതുപോലെ തന്നെ ബിസിനസ് സെഗ്മെന്റിലാണെങ്കിൽ 2 ടൈപ്പ് ന്യൂസുകൾ ഉണ്ടാവാറുണ്ട്. പ്രൈവറ്റ് ബിസിനസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയുള്ള ന്യൂസുകൾ ഉണ്ടാവുന്നുണ്ട്. ടാറ്റ അല്ലെങ്കിൽ TCS ഫസ്റ്റ് ക്വാർട്ടറിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, ഇൻഫോസിസ് തേർഡ് പ്രോഫിറ്റിൽ ഇത്ര നഷ്ടം വന്നു. ഇതുപോലത്തെ ന്യൂസുകളൊന്നും നമ്മൾ വായിക്കേണ്ടെന്ന് ആവശ്യമില്ല. അതേസമയം മറ്റ് ന്യൂസുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് നിമ്യാസ് ക്വസ്റ്റ്യൻ, ഐ കം ടു ദാറ്റ്, ദാറ്റ്സ് വെരി ഒബ്വിയസ്, ഐ കം ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ്, ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എത്രയാണ്, GDP ഗ്രോത്ത് റേറ്റ് എത്രയാണ്, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ലെവൽ എത്രയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കണം. പിന്നെ സ്പോർട്സ് പേജിലോട്ട് വരുന്ന സമയത്ത് KS എക്സാമിന് UPSCക്ക് നോക്കുന്നവരാണെങ്കിൽ UPSC ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസിന് 2 സ്പോർട്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അല്ലാതെ ദേ ഡു നോട്ട് ടാസ്ക് ദിസ് തിങ് ഫോർ സ്പോർട്സ് ഫോർ ദ മെയിൻ പ്രിലിംസ് ഓർ ദി മെയിൻസ് എക്സാമിനേഷൻ. KSന് ഇറ്റ് ഈസ് ഹൈലി പ്രോബബിൾ. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം ഓരോ കളി നടക്കുന്ന സമയത്തും ആരാണ് ജയിച്ചത്, ആര് സെഞ്ചുറി അടിച്ചു, ആരെത്ര സ്കോർ ചെയ്തു, അല്ലെങ്കിൽ ആരെത്ര ഗോൾ അടിച്ചു പോലുള്ള കാര്യങ്ങൾ നോക്കേണ്ടെന്ന് ആവശ്യമില്ല. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടൂർണമെന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂർണമെന്റ് നടന്നു തീരുന്ന സമയത്ത് ആര് ജയിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ റെക്കോർഡുകൾ ഉണ്ടോ, ആ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നീട് ഇഫ് യു ആർ റീഡിങ് ദ പ്രിന്റ് എഡിഷൻ, ഇത് ഈ ടെക്സ്റ്റ് ആൻഡ് കണ്ടന്റ് പോലുള്ള പോർഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ഫോർമാറ്റിൽ കിട്ടില്ല. പ്രിന്റ് എഡിഷൻ നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. വെരി ഗുഡ് പേജ്, എക്സ്ട്രീംലി ഗുഡ്. ഒരു 3 ഇഷ്യൂസ് അല്ലെങ്കിൽ 2 or 3 ഇഷ്യൂസിനെ എടുത്തിട്ട് അതിനെ അപഗ്രഥനം ചെയ്യുന്ന വളരെ മികച്ച രീതിയിൽ അനലൈസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ടെക്സ്റ്റ് ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. സോ
if you have time and if you are a person who loves to read newspaper, I would definitely vouch or advocate you to read these things. Okay, so the basic idea is you read this text and edition and you get a wholesome idea about all these type of things. പിന്നെ വരുന്ന മറ്റ് പേജുകൾ ഫ്രൈഡേയിലാണെങ്കിൽ ഒപ്പഡ് പേജ് ഇല്ല. ക്വസ്റ്റ്യൻസ് ഐ ടേക്ക് ടുവേർഡ്സ് എ ലാസ്റ്റ്, പ്ലീസ് വെയിറ്റ്. ഒപ്പഡ് പേജ് ഇല്ല. ഒപ്പഡ് പേജിന് പകരം പാർലെ എന്ന് പറയുന്ന ഒരു പേജാണുള്ളത്. ലൈക്ക് പാർലി പേജ് ഇസ് നോർമലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടോപ്പിക്. വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഹാഫ് പേജ് ആർട്ടിക്കിളാണ് ഈ പാർലി എന്ന് പറയുന്നത്. ഒരു ഹാഫ് പേജ് ആർട്ടിക്കിൾ വായിക്കുന്നത് അത്ര റെലവെന്റ് ഒന്നുമല്ല. സാറ്റർഡേയിലോട്ട് വരുന്ന സമയത്ത് ഒപ്പഡ് പേജ് ഇല്ല, പകരം ഒരു ഹാഫ് പേജ് അല്ല, ഒരു ഫുൾ പേജ് ആർട്ടിക്കിളാണ് ഗ്രൗണ്ട് സീറോ. ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളത് ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. ദെയർ ജേർണലിസം ഇസ് അനദർ ലെവൽ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ ജേർണലിസ്റ്റിക് പീസുകൾ കാണുന്ന സെഗ്മെന്റ് ആണ് ഗ്രൗണ്ട് സീറോ. ദ ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് ആൻഡ് ദ ലെവൽ ഓഫ് റിസർച്ച് ദ ഡു ഇസ് അനദർ ലെവൽ. പക്ഷേ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് റെലവെന്റ് അല്ല. ഒരു ഫുൾ പേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1-2 പോയിന്റുകളായിരിക്കും, ചിലപ്പോൾ അതും കിട്ടിയില്ല എന്ന് വരും. അങ്ങനത്തെ സെഗ്മെന്റുകൾ ഇഫ് യു ലവ് ടു റീഡ് ബട്ട് ഫോർ ദി എക്സാം ഡോണ്ട് റീഡ്. ക്ലിയർ? സൺഡേയിലാണെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എ സയൻസ് ആൻഡ് ടെക് പേജ്, വെരി ഇമ്പോർട്ടൻറ്റ്. സയൻസ് ആൻഡ് ടെക്കിൽ KS എക്സാമിനാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒത്തിരി ഡീറ്റെയിലിങ്ങിലോട്ട് പോകേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. ദ ബേസിക്സ് വിൽ ഡു. എസ്പെഷ്യലി പുതിയ ബയോഡൈവേഴ്സിറ്റി പോലുള്ള സെഗ്മെന്റുകളൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ഏതെങ്കിലും സ്പീഷീസിന് ഡിസ്കവറി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് UPSC ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗോ എ ബിറ്റ് മോർ ഡീപ്പർ എന്നുള്ളതാണ് ഐ വിൽ സജസ്റ്റ്. പിന്നെ സൺഡേയിൽ വരുന്ന മറ്റൊരു പേജാണ് FAQ എന്ന് പറയുന്ന ഒരു പേജ്. FAQ ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ പേജ്. ഈ ടെക്സ്റ്റ് ആൻഡ് കണ്ടന്റിനെ പോലെ തന്നെ വളരെ മികച്ച പേജുകളാണ്. പ്ലീസ് റീഡ് എവറി ആർട്ടിക്കിൾ ഓർ ഓൾമോസ്റ്റ് എവറി ആർട്ടിക്കിൾ ഇൻ FAQ ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ക്ലോസ്നെസ് ഓർ കോറിലേഷൻ വിത്ത് ദ സിലബസ്. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് നിങ്ങൾ വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദ എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അതിന്റെ ഒരു കോപ്പി എന്നുള്ള രീതിയിലാണ് ഹിന്ദുവിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദ എക്സ്പ്ലെയിൻഡ് ഈസ് ഓൾസോ വെരി ഗുഡ് സെക്ഷൻ ടു റീഡ്. പിന്നെ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞിട്ട് ന്യൂസിലുള്ള ഒരു 3-4 ആളുകളുടെ, ആ വീക്കിലി ന്യൂസിൽ കത്തി എന്നിട്ടുള്ള ഒരു 3-4 ആളുകളുടെ ഒരു പ്രൊഫൈലിംഗ് കൊടുക്കാറുണ്ട്. ദാറ്റ് ഇസ് യൂഷ്വലി നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ us. യു ക്യാൻ സ്കിപ്പ് ദോസ്. സോ ഐ സെഡ് അബൌട്ട് ഹൗ what to read in Hindu, what not to read in Hindu, and what should be a thumb rule to decide what to read and what not to read. The thumb rule is this related to the syllabus? Initially കുറച്ച് കാലങ്ങളിൽ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇഫ് യു കീപ് ഓൺ ഡൂയിങ് ദിസ് തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ, ഒരു 2 ആഴ്ച 3 ആഴ്ച ഈ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു 1.5 മാസം നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് this becomes automatically important. If I pick the newspaper now, I don't need to look at the syllabus. I know what is important for this examination and what is not important for the examination. ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ആഫ്റ്റർ ദാറ്റ് തിങ്സ് വിൽ ബിക്കം മോർ ക്ലിയർ. നൗ വൺ പേഴ്സൺ ഹാസ് ആസ്ക്ഡ്, കറന്റ് അഫയേഴ്സ് എല്ലാം നോക്കി കഴിയുമ്പോൾ ആദ്യം പഠിച്ചത് മറക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ് ഇറ്റ് സെൽഫ്. കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ. ഒരു കാര്യം പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറക്കും. ആൻഡ് വൺ ബ്യൂട്ടി ഓഫ് ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് യു റീഡ് അബൌട്ട് സംതിങ് ടുഡേ, 2 ആഴ്ച കഴിയുമ്പോൾ ദാറ്റ് ഗെറ്റ്സ്, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് റിപ്പീറ്റഡ് ഇൻ ദ ന്യൂസ് പേപ്പർ. There is an automatic revision that's happening if you are reading newspapers. This automatic revision does not happen if you are watching the current affair videos or if you are reading the current affair magazines. Because when I prepare the current affair videos for entry, what I think is I have a register. മുൻ മാസങ്ങളിൽ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ I don't repeat. At least for a 3-month period, I keep a cool off time. ഇപ്പൊ കഴിഞ്ഞ മാസം വന്നൊരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ കറന്റ് അഫെയർ വീഡിയോയിൽ ചെയ്തൊരു ടോപ്പിക്കിനെ ഞാൻ വീണ്ടും ഈ മാസം ചെയ്യില്ല. ഐ മേക്ക് ഷുവർ ഇറ്റ് ഈസ് നോട്ട് റിപ്പീറ്റഡ്. വെൻ ഐ കീപ് എ രജിസ്റ്റർ ഓഫ് ദിസ് സോർട്ട്, വെൻ ഐ മേക്ക് ഷുവർ ദിസ് ഇസ് നോട്ട് റിപ്പീറ്റഡ്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബട്ട് ഐ ഹാവ് ടു ഡു ദിസ്. കാരണം മൈ ഒബ്ജക്റ്റീവ് ത്രൂ ദി കറന്റ് അഫെയർ വീഡിയോസ് ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് മോർ തിങ്സ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ വാട്ട് യു ഷുഡ് ബി ഡൂയിങ്? You read newspapers. When you read newspapers, ഇന്ന് വന്നതിന്റെ ഫോളോ അപ്പ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. Then it's automatic revision. So this revision feeds into your head. Then how to make sure you don't forget? The idea is you make notes of your newspapers and revise. Revise. That's a key to clear this examination. So ideally, ഇത് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് കാണുന്നത് മുഴുവൻ എഴുതുക എന്നുള്ളതല്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
യുവർ 1 day's ന്യൂസ് പേപ്പർ ഷുഡ് ബി ദർ ഇൻ 1 A4 ഷീറ്റ്. മാക്സിമം ആണ് ഞാൻ പറയുന്നത്, മാക്സിമം ഒരു A4 ഷീറ്റ്. അപ്പോൾ ഒരു വർഷത്തെ നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ നിന്നുള്ള നോട്ട് ഒരു 200 A4 ഒതുങ്ങേണ്ടതാണ്. സോ ദാറ്റ് ഷുഡ് ബി ദിസ്. അങ്ങനെ ഒരു 200 A4 റിവൈസ് ചെയ്യുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചത്തെ ന്യൂസ് എടുത്തിട്ട് റിവൈസ് ചെയ്യുക, ഒരു മാസം കഴിയുമ്പോൾ അത് വീണ്ടും റിവൈസ് ചെയ്യുക. സോ കഴിഞ്ഞ വീക്കിലെ ന്യൂസ് പേപ്പറുകളിൽ നിന്നുണ്ടാക്കിയ നോട്ട് നിങ്ങൾ ആ ഒരു സൺഡേയോ മൺഡേയോ ഇരുന്നിട്ട് റിവൈസ് ചെയ്യാം. ഒരു മാസം സെപ്റ്റംബർ 1 മുതൽ 30 വരെ ഉണ്ടാക്കിയ നോട്ടുകൾ മാസം 30-ാം തീയതി റിവൈസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യാം. ഇങ്ങനെ ഒരു പീരിയോഡിക് ആയുള്ള ഓട്ടോമാറ്റിക് റിവിഷനുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഈ 200 പേജിന്റെ ഒരു വർഷത്തെ നോട്ട് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാവും. This is how you make sure you don't forget something that you have read sometime earlier എന്നുള്ളതാണ്. ഇനി നോട്ട് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും നോട്ട് ഉണ്ടാക്കുന്നത് ഒരു ബുക്ക് എടുത്തിട്ട് കറന്റ് അഫയേഴ്സ് എന്ന ടൈറ്റിൽ കൊടുത്തിട്ട് എഴുതിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ഡേറ്റ് എഴുതി അങ്ങനെ പോകും. ദാറ്റ് ഈസ് എ വെരി ഫോൾട്ടി അപ്രോച്ച് for note making, especially of current affairs. What I would suggest is, in this era of new technologies, use technology. ഏതെങ്കിലും ഡിജിറ്റൽ ആപ്പുകൾ, വൺ നോട്ടോ എവർ നോട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സോ, യൂസ് സംതിങ് ഓഫ് ദിസ് സോർട്ട്. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവർ നോട്ട് ആണെന്നുണ്ടെങ്കിൽ യു മേക്ക് 1 folder ഫോർ കറന്റ് അഫയേഴ്സ്. ഈ കറന്റ് അഫയേഴ്സിൽ തന്നെ യു മേക്ക് സെപ്പറേറ്റ് ഫോൾഡേഴ്സ്. ഹിസ്റ്ററിക്ക് അധികം ഒന്നും ഉണ്ടാവില്ല. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി, ഇങ്ങനെ ഫോൾഡറുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾ ടൈറ്റിലുകൾ കൊടുക്കുക. എക്കണോമിയിലാണെന്നുണ്ടെങ്കിൽ GDP, ഇൻഫ്ലേഷൻ, എക്സ്പോർട്ട്, ക്രൂഡ് ഓയിൽ, ഇങ്ങനെ ഓരോ ടൈറ്റിലുകൾ കൊടുക്കുക. എന്നിട്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇന്ന് GDP പറ്റി ഒരു ആർട്ടിക്കിൾ വന്നു, അത് എവർ നോട്ടിലെ കറന്റ് അഫയേഴ്സ് എന്നുള്ള സെഗ്മെന്റിലെ അതിൽ എക്കണോമിക്സിലെ GDP എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പേജിൽ വരുന്ന ഒരു ന്യൂസിനെ നിങ്ങൾ വായിച്ച് സമ്മപ്പ് ചെയ്ത് ഒരു 4-5 സെന്റൻസുകളിലോട്ട് ഒതുക്കുക. അതാണ് നിങ്ങളുടെ മിടുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ക്രിസ്പായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്കിൽ സെറ്റ്. അപ്പൊ 5 മാർക്കിന്റെ കണ്ടന്റ് വെറുതെ തള്ളി നടക്കുക എന്നുള്ളത് ഒരാളെ കൊണ്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ തള്ളുന്ന സമയത്ത് യുവർ ക്വാളിറ്റി റെഡ്യൂസസ്. യു നീഡ് ടു മേക്ക് ഷുവർ ദർ ഈസ് ക്വാളിറ്റി. ക്രിസ്പായിട്ട് മിനിമം വാക്കുകളിലൂടെ മാക്സിമം കണ്ടന്റ് കൺവേ ചെയ്യുക എന്നുള്ള സ്കിൽ സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഒരു ഹാഫ് പേജ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു 4-5 സെന്റൻസുകളിലോട്ട് ഷോർട്ട് ആക്കാനുള്ള സ്കിൽ സെറ്റ് നിങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് GDP പറ്റി വീണ്ടും ഒരു ആർട്ടിക്കിൾ കാണുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കറന്റ് അഫെയറിൽ GDP എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ പോയിട്ട് എഡിറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഒരു ബുക്കില് 1 മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ വരുന്നൊരു പ്രശ്നം. ഇവിടെ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാവില്ല. ഇപ്പൊ GDP പറ്റിയുള്ള ന്യൂസുകൾ തന്നെ 10 സ്ഥലത്തായിരിക്കും ഉണ്ടാവും. അതാണോ നല്ലത്? അതോ GDP പറ്റിയുള്ള എല്ലാ ആർട്ടിക്കിളുകളും ഒരൊറ്റ സ്ഥലത്ത് ഉണ്ടാവുന്നതാണോ നല്ലത്? You put everything related to GDP in one place. You put everything related to governor in one place. You put everything related to India-China relations in one place. So that's a basic idea. അതിന് ഏറ്റവും ബെസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മോഡുകളാണ്. പക്ഷെ ഡിജിറ്റൽ മോഡുകളിൽ കംഫർട്ടബിൾ അല്ലാത്ത, അതുപോലെ തന്നെ ഈ ഓൺലൈൻ ആയിട്ടുള്ള ഈ പറയുന്ന ഈ ടെക്നോളജിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള അല്ലെങ്കിൽ ആക്സസ് ഇഷ്യൂസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യു മേക്ക് ലൂസ് A4 ഷീറ്റ്. A4 ഷീറ്റുകളിൽ നോട്ട് എഴുതുക. എന്നിട്ട് സെപ്പറേറ്റ് ഫയലുകൾ വെക്കുക. ഹിസ്റ്ററിക്ക് ഒരു ഫയൽ, ദാറ്റ് വിൽ ബി വെരി സ്മോൾ ഫയൽ. ഹിസ്റ്ററിക്ക് ഫയൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജോഗ്രഫി 1 ഫയൽ, പൊളിറ്റി 1 ഫയൽ, എക്കണോമിക്സ് 1 ഫയൽ, IR 1 ഫയൽ. ആ ഫയലിൽ യു പിക്ക് അപ്പ് 1 തിങ്. ഫസ്റ്റ് പേജ് ഓഫ് യുവർ ഫയൽ ഷുഡ് ബി ഇൻഡെക്സ്. അതായത് നിങ്ങൾക്ക് പേജ് നമ്പർ കൊടുക്കാൻ പറ്റണം. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഈ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്നത് GDP ആണ്. അപ്പൊ യു ഗീവ് പേജ് നമ്പർ 1 GDP. അടുത്ത പേജ് അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾ GDP എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പേജ്, ഇപ്പൊ ഇന്നത്തെ എക്കണോമിക്സ് പേപ്പറിൽ 3 ആർട്ടിക്കിൾ വന്നു തൊട്ട്, ഒന്ന് GDP, ഒന്ന് ഇൻഫ്ലേഷൻ, ഒന്ന് ഫിസിക്കൽ ഡെഫിസിറ്റ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് പേജ് എടുത്തിട്ട് അതിലെന്ത് ചെയ്യുക? GDP എന്ന് എഴുതുക, GDPയുടെ കാര്യം എഴുതുക. ഇൻഫ്ലേഷൻ അതിന്റെ താഴെ എഴുതരുത്. അടുത്ത A4 എടുത്തിട്ട് അതിൽ ഇൻഫ്ലേഷൻ എഴുതുക. അടുത്ത A4 എടുത്തിട്ട് അതിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എഴുതുക. എന്നിട്ട് ഇൻഡെക്സിൽ എഴുതുക പേജ് 1 GDP, പേജ് 2 ഇൻഫ്ലേഷൻ, പേജ് 3 ഫിസിക്കൽ ഡെഫിസിറ്റ്. ഈ പേജ് നമ്പർ നിങ്ങൾക്ക് ഇടയ്ക്ക് റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദെൻ വാട്ട് യു ഡു ഈസ്, GDPക്ക് നിങ്ങൾക്ക് ഒരു പേജ് ഉണ്ട്. എവറി ന്യൂസ് ദാറ്റ് യു റൈറ്റ് അബൌട്ട് ദാറ്റ് കംസ് അബൌട്ട് GDP യു പുട്ട് ഇറ്റ് 1 പ്ലേസ്.
സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് ബി മേക്കിംഗ് നോട്ട്സ്. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് കുറേ ഉണ്ടാക്കിയത് കൊണ്ട് കാര്യം ഇല്ല. ദ ബേസിക് ഐഡിയ ഈസ് എനി നോട്ട് ദാറ്റ് യു മേക്ക് യു ഷുഡ് ബി ഏബിൾ ടു റിവൈസ് ഇറ്റ്. നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ഇത് ഹെൽപ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിയുള്ള സമയം ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് വേസ്റ്റ് ഓഫ് ടൈം. ആൻഡ് ദി ഐഡിയ ഈസ് റിവൈസ് റിവൈസ് റിവൈസ്. Now, before going on how to make notes, I'll take some questions. Notification thing I have already said. എത്ര മാസം മുമ്പുള്ള ന്യൂസ് പേപ്പർ നോക്കണം, ദാറ്റ് ഓൾസോ ഐ സെഡ്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണെന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ്, ബിക്കോസ് ഡിഗ്രി ലെവൽ എക്സാമുകളും പഴയ നിലവാരമല്ല ഇപ്പോൾ ഉള്ളത്. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ എക്സാമുകളും അതുപോലെ തന്നെ കെ എസിന്റെ പ്രിലിംസ് എക്സാമുകളും തമ്മിൽ വലിയ നിലവാര മാറ്റം ഇന്നില്ല. പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വളരെ ഫാക്ച്വൽ ആയുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ചിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഡെപ്ത് അനിവാര്യമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഈ പറയുന്ന സെയിം അപ്രോച്ച് തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഇസ് you prepare for KS. You prepare for KS means your degree level things are done and dusted. That makes it things very, very easier. Okay. I'm not a person who reads newspapers really poor. Is it enough to start that? Is it enough that I start from today? Yes, Georgia, absolutely. What you do is you start it from today. ന്യൂസ് പേപ്പർ ഇതുവരെ വായിച്ചിട്ടില്ല, എങ്ങനെ വായിക്കണം എന്നൊരു ധാരണയുമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഐ സെഡ് യു വാട്ട് പേജസ് ടു ഫോക്കസ് ഓൺ, വാട്ട് ടു റീഡ്, ഹൗ ടു മേക്ക് നോട്ട്സ്, ഓൾ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് ഐ ഹാവ് ഓൾറെഡി സെഡ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹൗ ടു അനലൈസ് എൻ ഇഷ്യൂ എന്നുള്ളതിന് ഐ വിൽ ഗിവ് യു ബ്രീഫ് ഐഡിയ ടുഡേ. ആൻഡ് ഓൾസോ എൻട്രിയുടെ കെ എസ് പ്ലാറ്റ്ഫോമുകളിൽ ഓർ ഈവൻ എൻട്രിയുടെ യൂട്യൂബ് ചാനലിലും കുറച്ച് ഡെമോ എന്നുള്ള രീതിയിലും കറണ്ട് അഫെയർ ഡിസ്കഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കറണ്ട് അഫെയറിന്റെ വീക്ക്ലി വീഡിയോസ് അവൈലബിൾ ആണ്. എല്ലാം 1 മണിക്കൂറിൽ താഴെ നിൽക്കുന്ന ഒരാഴ്ചയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് 1 മണിക്കൂറിൽ താഴെയുള്ള വീഡിയോസ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ആ വീഡിയോസിലൂടെ നിങ്ങൾക്ക് 1 or 2 വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഹൗ ടു തിങ്ക് അബൌട്ട് എങ്ങനെയാണ് ന്യൂസ് പേപ്പറുകൾ അപ്രോച്ച് ചെയ്യേണ്ടത്. This video plus one current affair video if you watch, you will get an absolute idea about how to go about this newspaper reading. The way you should switch on is you should start reading the newspaper from today onwards. So how to read articles കൂടി ആവുന്ന സമയത്ത് things will become more clear. തമിഴ്നാട് ഹിന്ദു പേപ്പർ ഇവിടുത്തെ എഡിഷൻ റീഡ് ചെയ്തു. The basic idea is Jahana, if your objective is UPSC Civil Services, any edition is fine because that's a national examination. And UPSC Civil Service ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റീജിയണൽ 2 to 5 എന്ന് പറയുന്ന പേജസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ സ്കിപ്പ് ദാറ്റ്. കാരണം UPSC ഡസ് നോട്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ഓഫ് ദാറ്റ് സോർട്ട്. ആൻഡ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ KS examination, since that is an exam that's conducted by the Kerala PSC, it's better you read a Kerala based edition. ഈവൻ ഇയാൾക്ക് ഹാർഡ് കോപ്പി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്സസ് ദ ഹിന്ദുവിന്റെ ഇ പേപ്പറിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ഈ പേപ്പറിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനി എഡിഷൻ യു ക്യാൻ റീഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് എ ബേസിക് ഐഡിയ. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് യു വിൽ ഹാവ് എൻ ഐഡിയ. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നവോത്ഥാനം പോലുള്ള ടോപ്പിക്കുകളാവട്ടെ, അല്ലെങ്കിൽ കേരള പൊളിറ്റി ആവട്ടെ, കേരള ഇക്കോണമി ആവട്ടെ, ദീസ് തിങ്സ് വിൽ നോട്ട് ഗെറ്റ് കവേർഡ് ഇൻ എ തമിഴ്നാട് എഡിഷൻ. സോ തമിഴ്നാട് എഡിഷൻ വായിക്കുന്നത് ഇഫ് യുവർ ഒബ്ജക്റ്റീവ് ഇസ് KS, that won't be a good thing. Okay, if your objective is UPSC, then any edition in India is fine, any edition. സോ ഇതൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഇൻ SDGs ഓൺ ക്ലീൻ എനർജി, ഹെൽത്ത്, നീതി ഇൻഡെക്സ്. ഇതാണ് ആർട്ടിക്കിൾ. ഇതിൽ നോക്കുന്ന സമയത്ത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളെ പറ്റിയിട്ടും ഇന്ത്യയുടെ അകത്ത് നീതി ആയോഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സിനെ പറ്റിയിട്ടും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെ പെർഫോമൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ്, വിച്ച് ടോപ്പിക് ദിസ് കംസ് അണ്ടർ? Georgia, the remaining doubts I'll take it later. Okay, you can keep posting the doubts in the chat box. I'll take it towards the last now. This is sustainable development goals. This is linked with governance and also economics. സോ ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ആർട്ടിക്കിളിൽ പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ നോക്കേണ്ടതായിട്ട് വരും.
അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകൾ എന്താണ് എന്ന് ഈ ഒരു ആർട്ടിക്കിളിൽ ഇല്ല. പക്ഷെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകൾ എന്താണെന്ന് അറിയാതെ പ്രോഗ്രസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ദാറ്റ് ഡസ് നോട്ട് മേക്സ് എനി സെൻസ്. സോ ഫസ്റ്റ് തിങ് യു ഷുഡ് ഗോ ഫോർ ഈസ് യു ഷുഡ് ഹാവ് എ ലുക്ക് ഇൻ ടു വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് ചികഞ്ഞു പോകുന്ന സമയത്ത് യു വിൽ ഗെറ്റ് സംതിങ് കോൾഡ് ആസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. You read about millennium development goals, you read about sustainable development goals. What are these? 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളുണ്ട്, എന്താണെന്ന് നോക്കാം. ആൻഡ് യു മേക്ക് നോട്ട് ഓഫ് ദിസ്. വൺസ് ഇൻ യുവർ ലൈഫ് ടൈം യു മേക്ക് എ നോട്ട് ഓഫ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകൾ, എന്താണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ്. യു പുട്ട് ദാറ്റ്. ഒരു പ്രാവശ്യം നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയാൽ മതി. ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾ ഇത് റിവൈസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പാർട്ട് ഫ്രം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, വാട്ട് ഈസ് ദർ ഇൻ ദിസ് ന്യൂസ് പേപ്പർ? SDG ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിനെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളുടെ പ്രോഗ്രസ് എത്രത്തോളമാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അതിനെയാണ് SDG ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഈ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ ഇൻഡെക്സിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെ, ഏറ്റവും മോശം രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. UPSC സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഈ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റുകളെക്കാളും ഈ വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഇംപ്രൂവ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളിൽ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളുണ്ട്. ഇതിൽ ഏതിലൊക്കെയാണ് ഇന്ത്യ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഏതിലൊക്കെയാണ് ഇന്ത്യ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാത്തത്? കേരളത്തിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളിൽ ഈ 17 എണ്ണത്തിൽ ഏതിലൊക്കെയാണ് കേരളം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഏതിലൊക്കെയാണ് കേരളം മികച്ച രീതിയിൽ പെർഫോം ചെയ്യാത്തത്? സോ ദിസ് ഈസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കാണുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത്. ഇതിനെ പറ്റിയൊക്കെയാണ് നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്നത്. ഇത് എഡിറ്റോറിയലിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ദിസ് ഇസ് ബേസിക്കലി അബൌട്ട് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ്. ഇതുപോലുള്ള ഒരു ആർട്ടിക്കിൾ വരുന്ന സമയത്ത് ഹൗ ഷുഡ് യു ഗോ അബൌട്ട് ദിസ്? ദിസ് ഇസ് എ ടോപ്പിക് അബൌട്ട് ബോത്ത് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഓൾസോ ഇന്റേണൽ സെക്യൂരിറ്റി. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് അബൌട്ട് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്പ്, 1971 വാർ, അതിനുശേഷം എന്തൊക്കെ ഉണ്ടായി, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ തന്നെ IR നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ദ ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ്, എക്കണോമിക് കണ്ടെക്സ്റ്റ്, ദ പൊളിറ്റിക്കൽ കണ്ടെക്സ്റ്റ്, ദ ജോഗ്രഫിക്കൽ കണ്ടെക്സ്റ്റ്. ഈ പറയുന്നതിനെ പറ്റിയിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് IR നിങ്ങൾക്ക് ഒരു പേജ് വേണം. എന്നിട്ട് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഭാവിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ആഡ് ചെയ്തിടുക എന്നുള്ളതാണ്. So that's basically about how do you read the Hindu. Now the next segment is why is this important, or എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ 10-48 മിനിറ്റിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തള്ളല്ല എന്നുള്ളത്, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പറയല്ല എന്നുള്ളത്, I need to validate. So I need to validate means this is how you also validate. നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും റെലവെന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാനുള്ള അപ്രോച്ചും കൂടിയാണ് ഞാൻ പറഞ്ഞത്. സോ ദിസ് ഈസ് യുവർ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 സിലബസ്. പേപ്പർ 1 ലാർജ്ലി ഹിസ്റ്ററി, അധികം കറന്റ് അഫെയർ റെലവെന്റ് അല്ല. അതുകൊണ്ട് ഐ സ്കിപ്പ് ദാറ്റ്. ആൻഡ് ഓൾസോ വി ആർ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. സോ ഐ ഗോ എ ബിറ്റ് ഫാസ്റ്റർ ഓവർ ഹിയർ. ദെൻ യു ഗോ ടു ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ഇവിടെ നമുക്ക് സിലബസ് നോക്കുന്ന സമയത്ത് യു ഹാവ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻ. ദെൻ യു ഹാവ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി നോക്കുന്ന സമയത്ത് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ICT എക്സെട്ര എക്സെട്ര എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ കറന്റ് ഇഷ്യൂസ് ഇൻ ദ ഗിവൺ ടോപ്പിക്. എനിത്തിങ് റിലേറ്റഡ് ടു ദീസ് തിങ്സ്, ഈ സിലബസിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വാക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ന്യൂസ് പേപ്പറിൽ വരുന്ന എല്ലാ ആർട്ടിക്കിളുകളും ഇമ്പോർട്ടന്റ് ആണ്. സോ ഐഡിയലി ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങുന്ന ഒരാൾ വായിക്കുന്ന ടേബിൾ എവിടെയാന്ന് വെച്ചിട്ട് മുമ്പിൽ സിലബസ് വെച്ചിട്ടുണ്ടായിരിക്കണം, ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ യു ഷുഡ് ലുക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ദെൻ യു ട്രൈ ദിസ് മാപ്പിംഗ്. ഇതാണ് ഈ സിലബസ് ബേസ്ഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു 1.5 മാസം ചെയ്യുന്ന സമയത്ത് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് പകരം ഇവിടെ വരും. പിന്നെ നിങ്ങൾക്ക് ഈ നോട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നോക്കി പേപ്പറിൽ മാത്രം നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റും. സോ ഈ രീതിയിലാണ് നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ദിസ് ഈസ് കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, പേപ്പർ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്.
ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണ് കറന്റ് അഫയേഴ്സ് റിലവന്റ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം. പേപ്പർ 2 പൊളിറ്റി, അതുപോലെ തന്നെ ഗവേണൻസും ഇന്റർനാഷണൽ റിലേഷൻസും സയൻസ് ആൻഡ് ടെക് ഒക്കെ വരുന്ന സെഗ്മെന്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what are the grounds of reasonable restriction to freedom of speech under Article 19 Clause 2 of Constitution? ആർട്ടിക്കിൾ 19 ക്ലോസ് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും പത്രത്തിൽ വരുന്ന സെഗ്മെന്റ്, ഹെയ്റ്റ് സ്പീച്ച് പോലുള്ള ഡൊമൈനുകളിൽ ഒക്കെ വരുന്നൊരു കാര്യമാണ്. സോ ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 എന്നുള്ളത് പച്ചവെള്ളം പോലെ അറിയുന്നുണ്ടാവും. ഇത് അറിയുന്നുണ്ടാവുന്നത് മാത്രമല്ല, ഇതിന് വളരെ കണ്ടംപററി ആയിട്ടുള്ള എക്സാമ്പിളുകളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ. ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആർ ഇൻ ന്യൂസ് ഓൾ ദ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി, ജുഡീഷ്യൽ റിവ്യൂവിന്റെ ആപ്ലിക്കേഷനും ഡിഫെക്ഷൻ, അതുപോലെ തന്നെ 10th ഷെഡ്യൂളും ഡിഫെക്ഷൻ പോലുള്ള അസോസിയേറ്റഡ് ഇഷ്യൂസ് ഒക്കെ എല്ലായ്പ്പോഴും ന്യൂസിലുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഈസ് റിലേറ്റീവ്ലി സ്റ്റാറ്റിക്, കറന്റ് അഫയേഴ്സ് അധികമില്ല. 5 ഇസ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഒരാളെ ഇപ്പൊ ഇന്നലെയാണെന്ന് സിദ്ദീഖ് കാപ്പനെ ജാമ്യത്തിൽ വിട്ടയച്ചു. സിദ്ദീഖ് കാപ്പനെ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണ് സിദ്ദീഖ് കാപ്പന് ഇത്രയും കാലം ജാമ്യം കൊടുക്കാതിരുന്നത്? ഡിഡ് യു ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്? വാസ് ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റഡ് വെൻ യു കെപ്റ്റ് സിദ്ദീഖ് കാപ്പൻ ഇൻ ഡിറ്റൻഷൻ? സോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് വിൽ സേ യു. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ഓഫ് എനി പ്രോമിനന്റ് സയന്റിസ്റ്റ് ഓർ ടെക്നോളജിസ്റ്റ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇപ്പൊ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിന്റെ ബർത്ത് ആനിവേഴ്സറി അല്ലെങ്കിൽ ഡെത്ത് ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത് അവരെ പറ്റി ഒരു കോളം ന്യൂസ് നിർബന്ധമായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോമിനന്റ് സയന്റിസ്റ്റുകളാണ് എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ച് നോട്ട് ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ടന്റ് ആയുള്ള സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ദിസ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. പിന്നെ അടുത്ത് വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയൊരു ചോദ്യമാണ്. പിന്നെ ഇ ഗവേണൻസിനെ പറ്റിയൊരു ചോദ്യം വരുന്നുണ്ട്. സോ ബ്രഹ്മോസ് പോലെയുള്ള അല്ലെങ്കിൽ DRDOയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗൈഡഡ് മിസൈൽ പ്രോഗ്രാമുകളൊക്കെ ന്യൂസ് പേപ്പറുകളിൽ വരാത്ത ആഴ്ചകളില്ല. എല്ലാ ആഴ്ചകളിലും ബ്രഹ്മോസോ പൃഥ്വിയോ അസ്ത്രയോ ഏതെങ്കിലും ഒരു DRDOയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാമിനെ പറ്റി നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം സ്റ്റാറ്റിക് പോർഷനുകളും വായിക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സ്റ്റാറ്റിക് പോർഷനുകളും കറന്റ് അഫെയർ ഈവന്റുകളുടെയും ഒരു ഓവർലാപ്പാണ് ഇവിടെ അനിവാര്യമായിട്ട് വരുന്നത്. ഈ പറയുന്ന പേജിലാണെങ്കിലും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ പറ്റിയിട്ട് ചോദ്യമുണ്ട്, ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ പറ്റി ചോദ്യമുണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഗവർണറുടെ റൈറ്റിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഫിസിക്കൽ ഫെഡറലിസത്തെ പറ്റി ചോദ്യമുണ്ട്. ഇതൊന്നും ന്യൂസ് പേപ്പറുകൾ വായിക്കാതെ കറന്റ് അഫെയറുകൾ അപ്ഡേറ്റഡ് ആവാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പറ്റുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റുമായിരിക്കും, ബട്ട് യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ് എന്നുള്ളതാണ്. സോ ഇത് നിങ്ങളുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ അല്ല, പേജ് നിറക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിറ്റി ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും മികച്ച മാർക്ക് കിട്ടുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റാങ്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നൗ ദാറ്റ് വാസ് ബേസിക്കലി അബൌട്ട് പേപ്പർ 2. പിന്നെ പേപ്പർ 3 വരുന്ന സമയത്ത് എക്കണോമി ആൻഡ് പ്ലാനിങ് ഉണ്ട്. അവിടെ ഇന്ത്യൻ ഇക്കോണമിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സെഗ്മെന്റുകൾ ഉണ്ട്. ടൈം കൺസ്ട്രെയിൻ കാരണം എല്ലാം ഞാൻ വായിക്കുന്നില്ല. I'll take the question paper and analyze how newspaper could be important. First question നോക്ക്, distinguish between the vicious cycle of poverty and the virtuous cycle of growth. 2021 എക്കണോമിക് സർവേയുടെ വരുന്ന ടോപ്പിക്കാണ്. എക്കണോമിക് സർവേ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്നത്തെ ന്യൂസ് പേപ്പർ മുഴുവൻ എക്കണോമിക് സർവേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. എല്ലാ പേജിലും എക്കണോമിക് സർവേ റിലേറ്റഡ് ആർട്ടിക്കിളുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ എക്കണോമിക് സർവേ ഇസ് ഓൾസോ പാർട്ട് ഓഫ് യുവർ കറന്റ് അഫയേഴ്സ്. എക്കണോമിക് സർവേ നിങ്ങൾ വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കറന്റ് ഈവന്റുകൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, വെർച്വസ് സൈക്കിൾ ഓഫ് ഗ്രോത്തിനെ പറ്റിയിട്ടും വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടിയെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് ധാരണ ഉണ്ടാവും. മറ്റൊരു ചോദ്യമാണ് മെയിൻ ചലഞ്ചസ് ആസ് പെർ ദ ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ്. ഓരോ വർഷവും റിലീസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണിത്. ഓരോ വർഷവും റിലീസ് ചെയ്യുന്ന ഇൻഡെക്സുകളെ പറ്റിയിട്ട് അതത് വർഷങ്ങളുടെ ന്യൂസ് പേപ്പറുകളിൽ ഉണ്ടാവും. സോ ഇഫ് യു ഹാഡ് ടു റെഡ് ന്യൂസ് പേപ്പേഴ്സ് you would have known what this global food security index is. ഇന്നലെ യുണൈറ്റഡ് നേഷൻസ് അവരുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? അതിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ പറ്റി പറയുന്നുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഇപ്രാവശ്യത്തെ റാങ്ക് എത്രയാണ്? അവിടുത്തെ അമർത്യ സെന്നിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കവർ ചെയ്ത് പോരും. അടുത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ MSMEകളെ പറ്റിയൊരു ചോദ്യം വരുന്നുണ്ട്, പ്ലാനിങ് കമ്മീഷൻ, ഓൾ ദീസ് തിങ്സ് ഗെറ്റ്സ് കവേർഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള
ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എവറിഥിങ് ക്യാൻ ബി ആൻസേർഡ് ഫ്രം ദ ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈവൻ ദോ ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇസ് എ വൈഡ്ലി യൂസ്ഡ് മെഷർ ഓഫ് കമ്പാരിറ്റീവ് സ്റ്റാറ്റസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഓഫ് ഡ്രോബാക്സ്. ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും ഇന്ത്യയിൽ അതിന്റെ റാങ്കും പുറത്ത് വരുന്ന സമയത്ത് അതിന്റെ ഡ്രോബാക്കുകൾ ന്യൂസ് പേപ്പറിൽ വരും. സോ ദിസ് ഇസ് വൈ ന്യൂസ് പേപ്പർ റീഡിംഗ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആൻഡ് വിതൗട്ട് വിച്ച് attempts to clear this examination becomes extremely difficult. By that, I come to the end of the webinar. You can pose off your questions, remaining questions. Edukatha questions, I'll take it over here. Magazines like Yojana, we need to focus on that. Georgia, please don't do that. At least at this point of view. കേസ് പോലൊരു എക്സാമിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യോജന ഇസ് നോട്ട് നെസസറി. Apart from the Hindu and one local newspaper, the large analytical perspective, the classes and entry will take care of. Current events ആണെങ്കിൽ I'll take care of in the current affair discussions. The other things is the concerned faculties will take care of. പിന്നെ if your objective is UPSC, then you can read Yojana and Kurukshetra. But the thing about reading Yojana and Kurukshetra is you have to be extremely selective. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡിഷനിൽ ഒന്നോ രണ്ടോ ആർട്ടിക്കിളുകൾ മാത്രം വായിക്കുക എന്നുള്ളതാണ്. യോജനയും കുരുക്ഷേത്രയും മുഴുവൻ വായിക്കുക എന്നുള്ളത് ദാറ്റ്സ് നെവർ എൻ ഒബ്ജക്റ്റീവ് ഫോർ us. ക്ലിയർ? Jahana, the basic idea is, how long have you been preparing for the examination? Or how long have you been preparing for reading the newspapers and making notes? And since Jahana has said UPSC, newspapers becomes extremely important. How long have you been doing this newspaper reading and making notes? എത്ര മാസമായി? ബേസിക്കലി ഇനീഷ്യലി നിങ്ങൾ ഹിന്ദു വായിച്ച് കൃത്യമായിട്ട് ന്യൂസ് പേപ്പർ നോട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ UPSCക്ക് ഒക്കെ വേണ്ടിയാണ് നോട്ട് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ഗോ അപ് ടു ആസ് ഹൈ ആസ് 3 hours. ആദ്യകാലങ്ങളിൽ ഇതൊരു ആദ്യത്തെ 2 മാസം 3 മാസം എത്ര സമയം എടുക്കുന്നു? ഓക്കെ, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മണിക്കൂർ എന്നുള്ളത് ഒരു 1.5 മണിക്കൂറിലോട്ടൊക്കെ ചുരുങ്ങും. മാക്സിമം 2. ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റീഡിങ്ങും നോട്ട് മേക്കിങ്ങും 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. കാരണം ഒരു 6 മാസമൊക്കെ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നോട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നോട്ടിൽ ഉണ്ട് ഓൾറെഡി. പിന്നെ എല്ലാ കാര്യങ്ങളെയും പറ്റി നിങ്ങൾക്കൊരു ധാരണ വരുന്ന സമയത്ത് തിങ്സ് ബിക്കം ഈസിയർ എന്നുള്ളതാണ്. സോ ഇനീഷ്യലി ഒരു 2, 3, 4 മാസങ്ങളിൽ നിങ്ങൾക്കൊരു 3 മണിക്കൂർ വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. യു നീഡ് ടു ഗീവ് ദാറ്റ് ടൈം എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നിങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു വിൽ റിഗ്രറ്റ് ഇറ്റ് ലേറ്റർ. You can't skip newspaper. You have to allot at around 3 hours for newspaper every day in the initial phases. Later, you can reduce this to around 1 hour. There is no way escaping reading newspapers. Absolutely no way. Now, other questions you can ask. Others, if you have any doubts, you can ask. Okay, if there are no doubts, then I'll stop maybe, or I'll give maybe. You're sure you don't have any doubts or queries regarding this, what I've said? So basically the idea is we have said exactly what our approach is. You follow the approach. ഈ ഒരു 1 hour അപ്രോച്ച് വീഡിയോയും ഏതെങ്കിലും ഒരു നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എൻട്രിയുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കറന്റ് അഫെയർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് ഹൗ ഡു യു
പ്രിപ്പയർ ദ കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ്. ആൻഡ് ട്രസ്റ്റ് മീ, കറണ്ട് അഫെയർ ഈസ് നോട്ട് എ ബിഗ് ഡീൽ. തുടക്ക കാലങ്ങളിൽ മാത്രമേ കറണ്ട് അഫയേഴ്സ് പ്രശ്നകരമാവുന്നുള്ളൂ. ഒരു 2-3 മാസം, ഇനീഷ്യൽ 2-3 months ആർ ഡിഫിക്കൽട്ട് ആൻഡ് യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് ഡിഫിക്കൽട്ട് പാത്ത്. ആ ഒരു പാത്തിലൂടെ നിങ്ങൾ പോവാതെ, പല ആളുകൾക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 3 മണിക്കൂറൊക്കെ ഇരുന്ന് പത്രം വായിച്ച് നോട്ട് എഴുതാനുള്ള മടി കാരണോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോർഷൻ പഠിക്കാനുള്ള ടൈം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആളുകൾ പത്രം വായിക്കില്ല. പത്രം വായിക്കുന്ന ഒഴിവാക്കിയിട്ട് വല്ല വീഡിയോസും കാണുക അല്ലെങ്കിൽ കറന്റ് അഫെയർ മാഗസിനുകൾ കാണാൻ തുടങ്ങും. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി വെരി പ്രോബ്ലമാറ്റിക്. ഈ ആദ്യ 3 മാസങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ദെൻ തിങ്സ് ആർ വെരി ഈസി. ഇനീഷ്യൽ കാലങ്ങളിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഡോണ്ട് ബി ടെൻസ്, ഫോളോ ദിസ് അപ്രോച്ച്. ഫോർ ദ നെക്സ്റ്റ് 3 months തിങ്സ് വിൽ ബി ഡൺ ആൻഡ് ടെസ്റ്റഡ്. Anything else? So if that's it, if I have taken all the questions and if I have answered everything, I'll stop. Thank you.